വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 5. എന്താ മോളെ, എന്താ പറ്റിയത്? ഉറക്കത്തിലെന്തോ ഒച്ച കേട്ടപ്പോൾ ഞാൻ മുത്തശ്ശൻ്റെ മുറിയിൽ നിന്നാണെന്ന് കരുതി ഓടി അവിടേക്ക് വന്നപ്പോൾ മുത്തശ്ശി ഉറക്കമാണ്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് കിച്ചണിൽ വെട്ടം തെളിഞ്ഞിരിക്കുന്നത് കണ്ടത്. ചെന്ന് നോക്കുമ്പോൾ ഒരാൾ നിലത്തിരുന്ന് എന്തൊക്കെയോ പെറുക്കിയെടുക്കുന്നു. കള്ള. പകുതിയിൽ നിർത്തി സത്യയെ നോക്കി നന്ദു. അവൻ്റെ വീർത്ത മുഖഭാവം കണ്ടപ്പോൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അപ്പോൾ മോൾ ഇവനെ കണ്ട് കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചു. സത്യ, നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അന്ന് നിന്നെ വിളിച്ചതിന് ശേഷം പിന്നെ നിന്നെ കണക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് മുത്തശ്ശൻ കിടന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണ്. മുത്തശ്ശനെ ഈ കുട്ടി കൂടെ തന്നെ നിൽക്കണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അവളെ നമ്മൾ ഇവിടെ നിർത്തിയത്. മുത്തശ്ശൻ്റെ ഇത്രയും പെട്ടെന്നുള്ള ഫാസ്റ്റ് റിക്കവറിക്ക് കാരണം ഇവളാണ്. ഇവൾ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ആദ്യമായി കാണുന്ന ഒരാളെ കള്ളൻ എന്നാണോ വിളിക്കേണ്ടത്? അത്രയും പറഞ്ഞുകൊണ്ട് സത്യ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. മോൾ ഇതൊന്നും കണ്ട് കാര്യമാക്കണ്ട. അവനിത്തിരി മുൻചുണ്ടി കൂടുതലാണ്. മാധവൻ അവളെ സമാധാനപ്പെടുത്താൻ പറഞ്ഞു. എന്നാലും നിനക്ക് എൻ്റെ കൊച്ചുമോൻ്റെ തലക്കടിക്കാനുള്ള ധൈര്യം തോന്നിയല്ലോ. മിടുക്കിയാണ്. ഒരു കള്ളനെ കണ്ടാൽ നേരിടാനുള്ള കഴിവുണ്ട് മോൾക്ക്. ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി മുത്തശ്ശൻ ഇനി രാത്രിയിൽ എഴുന്നേറ്റപ്പോൾ വീഴുകയോ മറ്റോ ചെയ്തെന്ന്. അതാണ് ഓടി വന്നത്. എന്തായാലും എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഇന്നിപ്പോൾ നേരെ ഇത്രയേ ആയില്ലേ. അവൾ ഉറങ്ങട്ടെ. നന്ദു പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. മുത്തശ്ശൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്നെ കാണാനായി മുത്തശ്ശൻ തനിയെയാണ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. അത് ശരിയാണല്ലോ. മോൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അച്ഛനിപ്പോൾ ഒരു സഹായവും ഇല്ലാതെ തന്നെയല്ലേ ഓടി മോളുടെ അടുത്ത് വന്നത്. അത് പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വിഷമം പറ്റുമ്പോൾ നമ്മൾ ഓടി വരില്ലേ? ഇവളുടെ വിളി കേട്ടപ്പോൾ ഞാൻ എൻ്റെ വല്ലായ്മയൊക്കെ സത്യത്തിൽ മറന്നുപോയി. എന്തായാലും മോളുടെ നിലവിളി കാരണം അങ്ങനെ നല്ലത് സംഭവിച്ചു. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. സത്യയ്ക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ കള്ളനെന്ന് നിലവിളിച്ച് ആളെ കൂട്ടിയിരിക്കുന്നു. രാവിലെ പതിവ് ജോഗിങ്ങിനായി സത്യ വെളുപ്പിന് 5 മണിക്ക് ഒരുങ്ങിയിറങ്ങി. മുത്തശ്ശൻ്റെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. സത്യ അകത്തേക്ക് നോക്കുമ്പോൾ മുത്തശ്ശനെ ചെറിയ യോഗ രീതികൾ അഭ്യസിപ്പിക്കുകയാണ് ഹോം നേഴ്സ്. അവൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുത്തിട്ട് മാറി നിൽക്കാതെ മുത്തശ്ശന് കമ്പനിയായി അവളും എല്ലാം ചെയ്യുന്നുണ്ട്. അവളുടെ ആ പ്രവൃത്തി സത്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവൻ ഹെഡ്സെറ്റും കുത്തിക്കൊണ്ട് പുറത്തേക്ക് പോയി. ജോഗിങ് കഴിഞ്ഞ് സത്യ വീട്ടിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. സത്യയെ കണ്ടപ്പോൾ തന്നെ നന്ദു ഭക്ഷണം കഴിക്കാനുള്ള മെഡിസിൻ കൊടുക്കാനുള്ള തിരക്കിൽ അകത്തേക്ക് പോയി. അവൻ മുത്തശ്ശൻ്റെ അരികിൽ നിന്നും അല്പം മാറി ചേർ വലിച്ചിട്ടിരുന്നു. മുത്തശ്ശൻ ഇത്രയും പെട്ടെന്ന് ഓക്കെയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബട്ട് ഇറ്റ്സ് അൺബിലീവബിൾ. എല്ലാം നന്ദുമോളുടെ കൈപ്പുണ്യാണ്. ഇത്രയും പോസിറ്റീവ് എനർജിയുള്ള ഒരു കുട്ടി. എന്തായാലും ഒരുപാട് പുകഴ്ത്തി തലയിലെടുത്ത് വെക്കണ്ട. ഇതിൻ്റെയൊക്കെ സ്വഭാവം ആർക്കറിയാം. അവൾക്ക് അങ്ങനെയൊന്നുമില്ലടാ. നല്ലൊരു കുട്ടിയാണ്. എഴുന്നേറ്റ് നടക്കുമോ എന്നുപോലും ഉറപ്പില്ലാതിരുന്ന ഞാൻ ഇന്നിപ്പോൾ നിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ആ പെൺകുട്ടി തന്നെയാണ്. അവളെ ഈ കുടുംബത്തിൽ ഒരാളല്ലാതെ മാറ്റി നിർത്താൻ കഴിയില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം മുത്തശ്ശ. എനിക്ക് നേരത്തെ ഓഫീസിൽ പോകാനുള്ളതാണ്. കഴിയുന്നതും സത്യ പോകുന്നത് വരെ നന്ദു അയാളുടെ മുന്നിൽ ചെന്നപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഉച്ചയ്ക്ക് മുത്തശ്ശനോടൊപ്പം ഇരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്നും അച്ഛൻ്റെ കോൾ വരുന്നത്. ഫോൺ ഉടനെ തന്നെ അവൾ മൊബൈലുമായി മുറിയിലേക്ക് പോയി. എത്ര നാളായി മോളെ നീ ഇവിടെ നിന്ന് പോയിട്ട്? അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയായി എങ്കിൽ മാർത്താണ്ഡൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് തിരികെ വരാനുള്ള കാര്യങ്ങൾ നോക്കൂ. ഇവിടുത്തെ മുത്തശ്ശനിപ്പോൾ എഴുന്നേറ്റ് നടക്കുവച്ചാ. അടുത്ത ആഴ്ച മാർത്താണ്ഡൻ ഡോക്ടർ എന്തായാലും ചെക്കപ്പിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് വരാം. അതല്ലേ നല്ലത്. അമ്മയും വല്യച്ഛനെയും ഏട്ടനും ഒക്കെ സുഖമായിരിക്കുന്നു അച്ഛാ. എല്ലാവരും സുഖമായിരിക്കുന്നു മോളെ. നീ ഇല്ലാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇവിടെ. അച്ഛനോടും അമ്മയോടും വലിയച്ഛനോടും മാറി മാറി വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം അവൾ മൊബൈൽ കട്ട് ചെയ്ത് മുത്തശ്ശൻ്റെ അടുത്ത്. ആരാ മോളെ? വീട്ടിൽ നിന്ന് അച്ഛനാണോ? അതേ മുത്തശ്ശ, ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളായില്ലേ. ഇതിനിടയിൽ ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോയില്ലല്ലോ. അപ്പോൾ മുത്തശ്ശന് ഭേദമായോ എന്നൊക്കെ അറിയാനായിട്ട് അച്ഛൻ വിളിച്ചതാണ്. മോൾ എന്ത് മറുപടി പറഞ്ഞു? അടുത്ത ആഴ്ച മാർത്താണ്ഡൻ ഡോക്ടർ ചെക്കപ്പിന് വന്നതിന് ശേഷം വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. മോൾക്ക് അച്ഛനെയും അമ്മയും കാണാൻ കൊതിയാകുന്നുണ്ടോ? ഞാൻ ഇതുവരെ അവരെ പിരിഞ്ഞു നിന്നിട്ടില്ല മുത്തശ്ശ. ആദ്യമായാണ് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. ആദ്യം ഒരു ചെറിയ സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും മാറി. ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ സ്വന്തം തന്നെയാണെന്ന് ഞാനങ്ങ് കരുതി.
ഒരു നേഴ്സിനോട് പെരുമാറുന്നത് പോലെയല്ല ആരും എന്നോട് പെരുമാറുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ സത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ മുത്തശ്ശൻ മോളോട് ക്ഷമ ചോദിക്കുന്നു. അവനൊരു എടുത്തുചാട്ടക്കാരനാണ്. മാത്രവുമല്ല എല്ലാവരുടെയും മുന്നിൽ കള്ളൻ എന്ന് പറഞ്ഞില്ലേ നീ അവനെ പരിചയപ്പെടുത്തിയത്? അതിൻ്റെ ദേഷ്യമാണ്. ഓഫീസിൽ സത്യയ്ക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് പതിവിലും വൈകിയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. തലേ ദിവസത്തെ കാര്യം പറഞ്ഞ് സാരംഗ് അവനെ ശരിക്ക് കളിയാക്കി. ഒടുവിൽ ഒട്ടും സഹിക്കാതെ ആയപ്പോൾ സത്യ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു. എടാ സത്യ, എൻ്റെ കൈ വേദനിക്കുന്നു. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, കൈവിട്. കുറേ ദിവസത്തെ ക്ഷീണമൊന്ന് മാറ്റാനുണ്ട്. നമുക്ക് മസ്കറ്റ് ഹോട്ടലിൽ പോയിരുന്ന് ചില്ലനെ ഓരോന്ന് കഴിച്ചാലോ? ഓഫ് കോഴ്സ്. ചാടിത്തുള്ളിക്കൊണ്ട് സാരംഗ് അവൻ്റെ ഒപ്പം വണ്ടിയിൽ കയറി. മസ്കറ്റ് ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി ഇരുവലു ഹോട്ടലിനുള്ളിലേക്ക് കയറി. രണ്ടുപേരും ആവശ്യത്തിലധികം നന്നായി മദ്യവെച്ചു. ഒടുവിൽ സാരംഗ് കുഴഞ്ഞുപോയി. അവനെയും തൂക്കിയെടുത്തായിരുന്നു സത്യ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അടിച്ച് ഓഫായി വരുന്ന അവസരത്തിൽ രണ്ടുപേരും വീട്ടിൽ കയറുകയില്ല. പകരം ഔട്ട് ഹൗസിൽ തങ്ങും. കരുണാകരമേനോൻ്റെ ആരോഗ്യം പഴയതുപോലെയായി. ആളിപ്പോൾ സ്മാർട്ടാണ്. 3 ദിവസം കൂടി കഴിയുമ്പോൾ മാർത്താണ്ഡൻ ഡോക്ടർ ചെക്കപ്പിനായി വരും. രാവിലെ ആണുങ്ങൾ ഓഫീസിൽ പോയതിനു ശേഷം ഡൈനിങ്ങിൽ ചർച്ച നടക്കുവാണ്. എൻ്റെ ലതയെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ മോളങ്ങ് പോകും. അവൾ പോകുന്നതിന് മുമ്പേ എന്തെങ്കിലും സാധനം വാങ്ങി കൊടുക്കണം. അതല്ലാതെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ പോലും ആ കുട്ടി ഒന്നും സ്വീകരിക്കില്ല. അത് ചേച്ചി പറയുന്നത് ശരിയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് ആ കൊച്ചിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അച്ഛൻ ഇപ്പോൾ ഇത്രയും മാറ്റം ഉണ്ടായത് ആ കൊച്ചു കാരണമാണ്. അതുകൊണ്ട് കാര്യമായി എന്തെങ്കിലും കൊടുക്കണം. ഒരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് 2 പേർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകാം. എന്നിട്ട് എന്തെങ്കിലും വാങ്ങി വരാം. അച്ഛനോട് മാത്രം പറയാം. 2 പേരും കൂടി എല്ലാം പ്ലാൻ ചെയ്ത് അടുക്കളയിൽ കയറി ഉച്ചത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണമെല്ലാം വേഗത്തിൽ റെഡിയാക്കി. അച്ഛാ, എന്നാൽ പിന്നെ ഞങ്ങൾ വേഗം പോയിട്ട് വരാം. ശരി മക്കളെ, ബാലനോട് പറഞ്ഞ് കാറിറക്കി അതിൽ പോയാൽ മതി. നിങ്ങൾ 2 പേരും ഇത് എവിടേക്ക് പോകാൻ ഇറങ്ങിയതാ? ഒരുങ്ങിയിറങ്ങി വരുന്ന സുമയെയും ലതയും കണ്ട് നന്ദു ചോദിച്ചു. 1-2 അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ട് മോളെ. ഞങ്ങൾ പോയിട്ട് വേഗം വന്നേക്കാം. അവളോടുകൂടി യാത്ര പറഞ്ഞ് ഇരുവരും ഇറങ്ങി. കാറ് നേരെ നിന്നത് പവിത്രം ജ്വല്ലറിയുടെ മുന്നിലാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സെയിൽസ്മാൻ അവരെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. ഒരുപാട് സെലക്ഷനുകൾക്കിടയിൽ നിന്ന് ഭംഗിയുള്ള കാപ്പ് വള അവൾക്കായി 2 പേരും കൂടി തിരഞ്ഞെടുത്തു. മാധവൻ്റെയും രവിയുടെയും പ്രത്യേക നിർദ്ദേശമുണ്ട്. ആ കൊച്ചിന് കാര്യമായി തന്നെ എന്തെങ്കിലും കൊടുക്കണം. അത്രയും പൊന്നുപോലെയാണ് അച്ഛനെ നോക്കിയത്. അതുകൊണ്ട് തന്നെ 2.5 പവൻ്റെ ഒരു വള അവൾക്കായി തിരഞ്ഞെടുത്തു. ലഞ്ച് ബ്രേക്ക് സമയത്ത് സാരംഗുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. ഹലോ ക്രിസ്റ്റി, വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ്. ഇതെവിടെയാ? എത്ര നാളായി നിൻ്റെ കോൾ വന്നിട്ട്? സത്യയുടെ സന്തോഷം കണ്ടപ്പോൾ സാരംഗ് അവനെ തന്നെ തുറച്ചു നോക്കിയിരുന്നു. ഇതാരാണപ്പാ പുതിയൊരു അവതാരം ക്രിസ്റ്റി? ഇനി ഹിമാലയ യാത്രയ്ക്ക് വല്ലതും വിളിച്ചുകൊണ്ട് പോകാനായി ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം? ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് കമ്പനിയുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയതേ ഉള്ളൂ. അതിനിടയിൽ അടുത്തിനി ഏത് അവതാരമാണോ പൊക്കിക്കൊണ്ട് പോകാൻ പോകുന്നത്? അവൻ മനസ്സിലോർത്തു. ആ ശരി, ഞാൻ ജോയിൻ ചെയ്യാം. ഇവിടെ കൊച്ചിയിൽ വച്ചല്ലേ? ഷുവർ മാൻ, ഞാൻ വന്നിരിക്കും. ഓക്കെ, ബൈഡാ. ചിരിച്ചുല്ലസിച്ച് സത്യ ഫോൺ കട്ടാക്കി ടേബിളിൽ വെച്ചു. അവനെ തന്നെ അന്തം നോക്കി നിന്ന സാരംഗിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താടാ പന്തം കണ്ട പരിച്ചടിയെ പോലെ ഇരിക്കുന്നത്? അതല്ല, ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. അടുത്ത പുറപ്പെടപ്പാട് എവിടേക്കാണെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. എന്താണ് അടുത്ത കൊട്ടേഷൻ? വീണ്ടും മുങ്ങാൻ പരിപാടിയുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്കണം. ഞാനില്ല ഇനി എങ്ങോട്ടും. അവസാന വാക്കെന്നവണ്ണം സാരംഗ് പറഞ്ഞു നിർത്തി. നീ ഇങ്ങനെ ഇയർ പിടിക്കാതെടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോ. പക്ഷെ എന്തിനാണെങ്കിലും ഞാനില്ല. ഇത്തവണ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മോൻ എന്നോട് എന്തെങ്കിലും പറയാൻ. എടാ, കൊച്ചിയിലെ ഒരു പ്രശസ്ത ഷോറൂമിൽ റേസിംഗ് കാർ മാർക്കറ്റിൻ്റെ ഭാഗമായി ഈ ഒരു റേസ് നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ ജസ്റ്റ് ഫോർ എ ഫൺ. അതിനുവേണ്ടിയാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചത്. ഒരുപാട് ക്ലബ്ബുകൾ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ വിജയിയാകുന്നവരെ കാത്തിരിക്കുന്ന സമ്മാനത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. എന്തായാലും ഇത് അത്യാവശ്യമാണോ സത്യ? നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനിയും ഒരുപാട് ദിവസം കാണുമല്ലോ. അത് ഞാൻ നിന്നോട് പറയാൻ വിട്ടു. നാളെയാണ് കോമ്പറ്റീഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് ക്ലബ്ബുമായി ബന്ധപ്പെടണം. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. എനിക്ക് ഓഡിറ്ററെ കാണാൻ പോകണം. തൻ്റെ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് സാരംഗ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആഹാ, നിങ്ങൾ പോയിട്ട് വന്നോ? ലത റൂമിലേക്ക് വന്നപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു. ഞങ്ങളെപ്പോഴേ എത്തിയച്ചാ. കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? സാധനം കിട്ടിയോ? ലത സന്തോഷത്തോടു കൂടി കയ്യിൽ ഇരുന്ന ജ്വല്ലറിയുടെ ബോക്സ് പുറത്തേക്കെടുത്തു. അച്ഛൻ്റെ കൈകളിൽ വെച്ച് കൊടുത്തു. ബോക്സ് തുറന്നു നോക്കി അതിലിരിക്കുന്ന വള പുറത്തേക്കെടുത്തു. കുറേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ
ചിലപ്പോൾ അവളത് വാങ്ങാൻ മടിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും സ്വർണ്ണമായി കൊടുക്കാമെന്ന്. ഒരു പെൺകുട്ടിയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അവൾക്കത് ഉപകാരപ്പെടും. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നാളെ പോകാൻ നേരം കൊടുക്കാം. പെൺകുട്ടികൾക്ക് സ്വർണം അലങ്കാരം തന്നെയാണ്. ആഹാ, ഇതെന്താ ഞാൻ അറിയാതെ ഇവിടെ ഒരു മീറ്റിംഗ്? ചോദിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ നന്ദു അകത്തേക്ക് കയറി വന്നു. നിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളാക്കിയാലോ എന്നാണ് എൻ്റെ ആഗ്രഹം, കരുണാകരമേനോൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കുടുംബത്തിലെ ഒരംഗം തന്നെയല്ലേ മുത്തശ്ശ? ആണല്ലോ, നീ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്. അങ്ങനെ അല്ലാതെ ആരെങ്കിലും നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഇവിടെ പെർമനൻ്റായി നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ കൊച്ചുമോനെ നിനക്ക് കെട്ടിച്ചു തന്നാലോ? മുത്തശ്ശൻ്റെ ചോദ്യം കേട്ടപ്പോൾ നന്ദു വായും പൊളിച്ച് അങ്ങനെ നിന്നു. അവളുടെ ആ ഭാവം മുത്തശ്ശനിലും ലതയിലും സുമയിലും ചിരി പടർത്തി. ഈ അച്ഛൻ്റെ ഒരു കാര്യം, എന്തിനാ അതിനിങ്ങനെ കളിയാക്കുന്നേ? ഞാൻ ആ കൊച്ചിനെ കളിപ്പിച്ചതാ. അവൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കണക്കൂട്ടലുണ്ട്, എവിടെയോ ഒരു ചുറ്റിക്കളി. വിശദമായി പറഞ്ഞില്ല എന്നോട്, എങ്കിലും ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്. ലതയും സുമയും നന്ദുവും വിളിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കരുണാകരമേനോൻ ബെഡിൽ ചാരിയിരുന്നു. സ്വത്തിലും പണത്തിലുമൊന്നും ഒരു കാര്യവുമില്ല. എത്ര അച്ചടക്കത്തോടു കൂടിയ അനുസരണയോടും കൂടിയാണ് ആ പെൺകുട്ടിയെ വീട്ടുകാർ വളർത്തിയിരിക്കുന്നത്. കാണാനും സുന്ദരി, നല്ലൊരു ജോലി കയ്യിലുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്നും അവൾക്ക് നന്നായി അറിയാം. എവിടെയായാലും അവൾക്ക് നല്ലത് വരട്ടെ. മുത്തശ്ശൻ മയക്കത്തിലേക്ക് വഴുതി വീണു. വൈകുന്നേരം സാരംഗമൊത്ത് വണ്ടിയിലിരിക്കുമ്പോൾ, നീ ആ സ്പോർട്സ് കടയുടെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്യണം, എനിക്ക് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നീ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ കൊച്ചിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണ്ടേ? നീ വെറുതെ നെഗറ്റീവ് അടിക്കാതെ മിണ്ടാതിരിക്കുക. ഞാനിനിയൊന്നും പറയുന്നില്ല, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ മുത്തശ്ശനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യ സംശയരൂപേണ പറഞ്ഞു. മുത്തശ്ശനെ എങ്ങനെയെങ്കിലും ഞാൻ സമ്മതിപ്പിച്ചു കൊള്ളാം. അതിൻ്റെ ഇടയിൽ നീ കയറി പാര പണിയാതിരുന്നാൽ മതി. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. വൈകുന്നേരം കഴിക്കാനിരിക്കുമ്പോൾ സാരംഗ് സത്യയും കൂടി മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. എന്താണ് രണ്ടുപേരും കഴിക്കാതിരിക്കുന്നത്? കഥകളി കാണിക്കുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. മാധവൻ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. നാളെ കൊച്ചിയിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, എനിക്കതിൽ പങ്കെടുത്താൽ കൊള്ളാം. സത്യ പറഞ്ഞിട്ട് മുത്തശ്ശനെ നോക്കി. ഞാനും കണ്ടായിരുന്നു ആഡ്. കഴിഞ്ഞ മാസമല്ലേ എടാ നീ ഒരു കറക്കം കഴിഞ്ഞ് വന്നത്? മാധവൻ സത്യയെ നോക്കി. അതല്ല അച്ഛാ, കൊച്ചിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ പങ്കെടുത്തില്ലെങ്കിൽ ആ നഷ്ടമല്ലേ? ഇത്തവണ കൂടി മതി പ്ലീസ്. ഇനി ഞാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് ബുദ്ധിമുട്ടിക്കില്ല. ഇതിലിനി ഞാൻ അഭിപ്രായം പറയില്ല. നിൻ്റെ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ പൊയ്ക്കോ. ആ സംസാരം അതോടെ അവസാനിച്ചു. സാരംഗ് സത്യയെ നോക്കി ചിരിച്ചു. സത്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കഴിപ്പ് മതിയാക്കി അവൻ എഴുന്നേറ്റ് പോയി. അച്ഛൻ എന്താ എല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ചത്? അവൻ്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ? മാധവൻ അച്ഛനോടായി പറഞ്ഞു. പിന്നെ ഞാനെന്ത് വേണം? അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം പരാതിയല്ലേ ഞാനാണ് അവനെ വഷളാക്കുന്നതെന്ന്? അതുകൊണ്ട് എന്നോട് ചോദിക്കേണ്ട, നീ അല്ലേ അവൻ്റെ അച്ഛൻ, നീ തന്നെ തീരുമാനിച്ചാൽ മതി. രവിക്കത് കേട്ടപ്പോൾ ചിരി അടക്കാനായില്ല. അതെന്തായാലും നല്ല പരിപാടിയാണ് അച്ഛൻ കാണിച്ചത്. ഏട്ടൻ എന്ത് തീരുമാനിക്കാൻ പോകുന്നു? വലിയ ബലപ്പെടുത്തമൊന്നും വേണ്ട ചേട്ടാ. അവനെ മറ്റാരേക്കാളും നന്നായി നമുക്കറിയില്ലേ. അവൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും അവനെ വിലക്കുന്നത് ശരിയല്ല. തകർന്നു പോയ നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തിയത് അവനാണ്. ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ച് കഴിഞ്ഞ ഉടനെ അവൻ നാട്ടിലെത്തി എന്താ ചെയ്തത്? തകർന്നു തുടങ്ങിയ നമ്മുടെ ബിസിനസ് ഏറ്റെടുത്ത് ഇന്ന് കാണുന്ന ഈ പ്രൗഢിയിലും പ്രതാപത്തിലും എത്തിക്കാൻ അവൻ ചില്ലറ പാടല്ല പെട്ടത്. പിന്നെ സഹായിക്കാൻ പോലും നമുക്കൊന്നും കഴിയാത്ത അവസ്ഥയിലായിരുന്നില്ലേ? അവനെ എത്രയോ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചാണ് അവൻ്റെ 3 വർഷങ്ങൾ ചെലവഴിച്ചത്. ഇതിനിടയ്ക്ക് അവൻ നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറ്റി നമ്മുടെ കമ്പനിയെ ലാഭത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയുള്ള അവൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും എത്രയുണ്ടെന്ന് നമുക്കറിയില്ലേ? അവൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വരെ നമുക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചില്ലേ ഒരു കാലത്ത്? ഇപ്പോഴല്ലേ അവൻ വീണ്ടും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങിയത്? അവനെ തടയില്ലേ മാധവേട്ട ഒന്നിനും. ആഹാ, ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞാൻ അന്യനുമായോ? അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ ഒന്നിനും തടസ്സമായിട്ടില്ല രവി. പണ്ടത്തെ പോലെയല്ലടാ. ഇപ്പോൾ അവൻ റേസ് എന്ന് പറഞ്ഞു പോകുന്നത് ഉള്ളിലാകെ ഒരു പിടപ്പാണ്. അവൻ പോയി ഇവിടെ തിരികെ എത്തുന്നവരെ ചങ്കടിപ്പാണ്. എൻ്റെ മാത്രമല്ല, സുമയുടെ അവസ്ഥ ഇതാണ്. അതൊക്കെ കൊണ്ടാണ് ഈ റേസിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം ഞാൻ അവനധികം മുഖം കൊടുക്കാത്തത്. ഇതിപ്പോൾ അവൻ തന്നെ പറഞ്ഞില്ലേ ഇങ്ങോട്ട്, ഈ വർഷം ഇനി അവൻ റേസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയില്ലെന്ന്. പിന്നെന്താ? അതുകൊണ്ട് ഇത്തവണ കൂടി എന്തായാലും അവൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. മാത്രവുമല്ല, അധിക ദൂരത്തൊന്നുമല്ലല്ലോ, ഇവിടെ നമ്മുടെ കൊച്ചിയിൽ തന്നെയല്ലേ. ദൂരത്താണെന്നുള്ള വിഷമവും വേണ്ട. മാധവൻ മുകളിലത്തെ മുറിയിലേക്ക് നടന്നു ചെന്നു. പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സത്യയുടെ അടുത്തേക്ക് ചെന്നു. പിന്നിലൂടെ ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. നിനക്ക് അച്ഛനോട് പിണക്കമുണ്ടോടാ? നിൻ്റെ ആഗ്രഹത്തിന് അച്ഛനെതിരല്ല. നാളെയല്ലേ റൈസ്, അധികം ഉറക്കം കളയണ്ട, മുംബൈ കിടന്നു. അച്ഛനത് പറയുമ്പോൾ സത്യയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. താങ്ക്സ് അച്ഛാ, താങ്ക്സ് എ ലോട്ട്. അച്ഛനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് സത്യ മുറിയിലേക്ക് കയറിപ്പോയി. തുടരും.